പോകുന്ന ടെറൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ മൺപാതയാണ്. പുറവിലിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണായതുകൊണ്ട് അതിങ്ങനെ സ്ലിപ്പായി അങ്ങ് പോവാണ്. ഇരുന്ന് ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ 2 യുവമിഥുനങ്ങളിരുന്ന് സൺസെറ്റ് ആഘോഷിക്കുന്നു. അടിപൊളി. നമുക്ക് ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് എന്താ രസം. ആ ജിമ്മിക്കുട്ടൻ അവൻ ആ പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു കാഴ്ച. വാവ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീമി വിൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗംഗാധരേശ്വര ബെട്ടൈ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലുള്ള പാറ കുന്നൊക്കെ പറഞ്ഞ പോലത്തെ സ്ഥലം. അതിന്റെ മേളിൽ ഒരു അമ്പലം ഉണ്ടാവും. നല്ല രസകരമായിട്ടായിരിക്കും അതിന്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂസ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നമ്മുടെ ആര്യൻകുട്ടനുണ്ട്, രമ്യയുണ്ട്, ഞാനുണ്ട്, സന്തത സഹചാരിയായ ജിംനിക്കുട്ടനുമുണ്ട്. നമ്മൾ ഈ പോകുന്ന ടെറൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ മൺപാതയാണ്. ചുരം പോലെ നമ്മൾ 2-3 തവണയൊക്കെ വട്ടം വെച്ചിട്ട് വേണം നമുക്ക് മേളിലേക്ക് കയറി പോകേണ്ട ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് പോയി നോക്കിയാലോ നമ്മുടെ ജിംനിക്കുട്ടൻ എങ്ങനെയാണ് മേളിലേക്ക് കയറാൻ പോകുന്നതും എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കിന്ന് അറിയാം. അതിൻ്റെ പെർഫോമൻസ്, സൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചും ഇന്ന് അറിയുകയും ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ യാത്ര നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് 67 കിലോമീറ്ററും, പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ബനാർഘട്ടയിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് 45 കിലോമീറ്ററുമാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു മണിക്കൂറും 23 മിനിറ്റുമാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞെടുത്ത വഴി ആരോഹള്ളി പോകുന്ന വഴിയിൽ ആനേക്കൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൃഗങ്ങളെ എല്ലാം കാണാൻ പറ്റും. ഇവിടെ പോകുന്ന വഴിക്ക് എല്ലാ ആനിമൽ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നമ്മൾ ഈവനിങ് സൺസെറ്റ് ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ എത്തിയത്. റൂറൽ വില്ലേജിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നത്. വന്ന വഴിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം പഴക്കമുള്ള വീടുകളും അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണില്ലാത്ത കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് അറിഞ്ഞും അനുഭവിച്ചും എല്ലാം എടുക്കാൻ പറ്റും. ಇದು ಯಾವ ವಿಲೇಜ್ ಆಂಟಿ? ಯಾವ ಊರು ಇದು? ಗುತ್ಲುನ್ಸೆ. ನಾವು ಬೆಂಗಳೂರಿಂದ. ಹೌದು. സൂപ്പർ വ്യൂ ഫ്രണ്ട്സ്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മൾ ഇവിടുന്ന് കയറി ചെന്ന് നമുക്ക് ആ മുകളിൽ കാണുന്ന ബെട്ടയുടെ മേളിലേക്കാണ് ചെല്ലുന്നത്. നമുക്ക് ഈ പോകാനുള്ള വഴി ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു മണ്ണ് റോഡാണ്. നമുക്ക് ഈ മണ്ണിക്കൂടെ ഓടിക്കുന്ന ഒരു പ്രത്യേക രസമാണ് വണ്ടി. നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, നല്ല അത്യാവശ്യം കുത്തുകയറ്റങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വഴിയാണിത്. ടെറൈനിലേക്ക് നമുക്ക് സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 4 വീൽ ഹൈ ഇട്ടിട്ടാണ് വണ്ടി ഓടിച്ചത്. 4 വീൽ ഹൈ നമുക്ക് ഓട്ടത്തിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ടെറൈൻ മാറുമ്പോൾ ഞാനത് 2 വീലിലേക്ക് മാറ്റും. പിന്നെ ഈ പോകുന്ന വഴിയുടെ ഒരു സൈഡിലേക്ക് നല്ല ആഴത്തിലുള്ള ഒരു കൊക്കയായിട്ടാട്ടോ വരണം. നല്ല രസമുള്ള വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ അവർ ഈ റോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു കാന കീറി വിട്ടേക്കുവാണ്. മഴവെള്ളമെല്ലാം അതിനകത്തോട് ഒഴിച്ചു പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ റോഡ് അത്യാവശ്യം നന്നായിട്ട് കിടക്കുന്നുണ്ട്. വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പം ഈ റോഡ് വളരെ മോശമായിട്ട് കിടന്നിരുന്നതാണ്. പിന്നെ ഈ ഒരു ബുദ്ധിപരമായ കാര്യം അവർ ചെയ്തതോടുകൂടിയായിരിക്കും അത് മാറ്റം വന്നത്. പിന്നെ ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ഈ വളവെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം സ്റ്റിയറിംഗിലേക്ക് നല്ലൊരു ബലം വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്. 235/75 ആയതുകൊണ്ട്, പിന്നെ അതുപോലെ തന്നെ 4 വീൽ ഹൈ ഇട്ടിട്ടാണ് കയറ്റം കയറുന്നത്, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വളവങ്ങ് തിരിക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെ നമ്മുടെ 407 ഒക്കെ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു വണ്ടി ഓടിക്കുമ്പം നമ്മൾ ഈ വളവൊക്കെ ഇങ്ങനെ നമ്മൾ ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് ഈ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. നമ്മൾ 2 വീലിട്ട് കഴിയുമ്പോഴത്തേനും ഈ ബാക്ക് വീൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലിപ്പായി കൊടുക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ 4 ഹൈ തന്നെ ഇട്ടാണ് ഓടിക്കുന്നത്. വളവങ്ങ് വീശി എടുക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ, അതൊരു അടിപൊളി ഫീലാണ്. മേളിലേക്ക് ഏകദേശം ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ, 1-2 മാക്സിമം 2 കിലോമീറ്റർ വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു.
പിന്നെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ പുറത്തിറങ്ങി പിടിക്കാൻ പോയില്ല. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ആര്യൻകുട്ടനും രമ്യയാണ് പുറത്തേക്ക് ഇറങ്ങണേ. അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ അതൊരു സേഫ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ഒരുപാട് നേരം നിന്ന് ഷൂട്ട് ചെയ്യാൻ പോയില്ല. അത്യാവശ്യം ഒരു തെളിഞ്ഞ സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ വളവിങ്ങ് കയറി വന്നു കഴിയുമ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് 4 വീലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. നമുക്കൊരു കയറ്റം കയറാണ്ട് ഇവിടുന്ന് നമുക്ക് 4 വീൽ ഇടേണ്ട വരും കേട്ടോ ഫ്രണ്ട്സ്. 4 വീൽ ഹൈ ഇട്ടിട്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, സമയമില്ല. ഈ 4 വീൽ ഇട്ട് കഴിഞ്ഞാൽ ഈ മണ്ണായതുകൊണ്ടുണ്ടല്ലോ അതിങ്ങനെ സ്ലിപ്പായി അങ്ങ് പോവാണ്. മേളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് 2 വഴി തിരിഞ്ഞു കൊണ്ടല്ലോ. അതിൽ നമ്മൾ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അങ്ങനെ മേളിലേക്ക് നമ്മൾ ഏകദേശം നമ്മൾ അടുത്തു. വളരെയധികം എക്സൈറ്റഡ് ആട്ടോ. ഈ നമ്മൾ ബെട്ടയുടെ മേളിൽ നമുക്ക് എന്ത് തരത്തിലുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പോകുന്നതെന്ന് വിചാരിക്കുമ്പോൾ അത് ഒരു ഭയങ്കര രസകരമായിരിക്കും. നമ്മൾ പല ബെട്ടകളിൽ പോകുമ്പോൾ നമുക്ക് അതേ ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാറുണ്ട്. നമുക്ക് നോക്കാം. അതായത് കർണാടകയുടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന മലനിരകൾ, ആ കാണുന്ന എത്ര മലനിരകളല്ലേ അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങിത്താന്ന് നമ്മൾ പണ്ടൊക്കെ ഈ മണ്ണപ്പം ചുട്ട് കഴിച്ചേക്കണ പോലെയാണ്. ഓ ഭീകര വ്യൂ. വ്യൂ ഫ്രണ്ട്സ്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭംഗി. ഈ ഒരു സാധനം നമുക്ക് താഴെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റില്ലാത്ത ഒരു കാഴ്ച കേട്ടോ നമ്മുടെ ഡ്രോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. എന്തൊരു ഭംഗിയായിട്ടാണ് നോക്കി. വളരെ പുരാതനമായിട്ടുള്ളൊരു ചെറിയൊരു ശിവക്ഷേത്രവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആണ് എൻ്റെ ഏറ്റവും മുകളിലുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട്സ്, ഇവിടുത്തെ ഒരു സൺസെറ്റ് ഉണ്ടല്ലോ, ഭയങ്കര രസമുള്ളൊരു സൺസെറ്റ്. നമ്മൾ ഇവിടെയൊക്കെ വരേണ്ട ശരിക്കും പറഞ്ഞാൽ ഓരോ ഈവനിങ് ആണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആ ഈവനിങ്ങിൽ വന്ന് ആ ഭംഗി ആസ്വദിക്കുക, ഇതൊക്കെ എന്താ രസം ഫ്രണ്ട്സ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ 4 വീല് വണ്ടി ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഇങ്ങനത്തൊക്കെ വന്ന് എങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകാനാണ്. ഈ പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഈ മലകൾ കൊണ്ടൊക്കെ ഒരു മതിൽ കെട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കും നമ്മുടെ വണ്ടിയും കൊണ്ടൊന്ന് പോയി നോക്കണ്ടേ ഫ്രണ്ട്സ്? അങ്ങോട്ട് വിട്ടാലോ? വണ്ടിയും ഞാനും കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് എന്താ രസം. ആ ജിമ്നി കുട്ടൻ അവൻ ആ പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു കാഴ്ച, വാവ് സൂപ്പർ. അതുപോലെ തന്നെ അവർ കണ്ടോ, അവരുടെ ജീപ്പിൻ്റെ മേളിലിരുന്ന് ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ 2 യുവമിഥുനങ്ങളിരുന്ന് സൺസെറ്റ് ആഘോഷിക്കുന്നു. അടിപൊളി കേട്ടോ.
ആ ഒരു വൈബ്. ഇത് ശരിക്കും സാധാരണ വണ്ടികൾ കയറി വരാത്തതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു തിരക്ക് വളരെ കുറവ്. 4-വീൽ ഡ്രൈവും അതുപോലെ തന്നെ ബൈക്കേഴ്സും മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ. വേറെ ഒരു വണ്ടികൾക്കും കയറി വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വന്ന് മറ്റു വണ്ടികളുകൊണ്ട് ട്രൈ ചെയ്യരുത്, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏകദേശം താമസിയാതെ തന്നെ ഇവർ വഴി ഇവിടെ റെഡിയാക്കും, ടാറിങ്ങൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരിക, എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ 4-വീലുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് വരാം, ഇവിടെ എൻജോയ് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ഈവനിങ് ഒക്കെ ഫാമിലിയൊത്ത് ഒന്ന് എൻജോയ് ചെയ്യുക ഫ്രണ്ട്സ്. അതൊരു രസമല്ലേ? അവരും നമ്മൾ ആഘോഷിക്കുന്ന പോലെ അവരും ആഘോഷിക്കണ്ടേ, നമ്മൾ കുട്ടികളും അവരും ആഘോഷിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അവൻ ആരും കൊണ്ടന്നെ ആ വണ്ടിയുടെ മേളിലൊക്കെ ഇരുന്നിട്ട് അവൻ എൻജോയ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും നമുക്ക് ചെറുപ്പത്തിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളാണ്. നമ്മുടെ അച്ഛനും അമ്മമാർക്കൊന്നും ഇങ്ങനെയൊരു സമയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നമ്മളെയൊക്കെ കൊണ്ടുപോകാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനൊന്നും. പിന്നെ അവർക്ക് തന്നെ അറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. നമ്മുടെ കൂടെ അവനും ഇപ്പോഴേ തന്നെ അങ്ങനത്തെ ഒരു അവസരം കൊടുക്കാൻ പറ്റിയതിൽ ഞാനും വളരെയധികം ഹാപ്പിയാണ്. രമ്യ, ഒരു ടീ ഉണ്ടാക്കിയണോ? അത് കിട്ടില്ല അങ്ങോട്ടുള്ള വ്യൂ. ഹലോ ഫ്രണ്ട്സ്, ഡ്രീമി വീൽസ് ഗംഗാധരേശ്വര ബെട്ടയിൽ നിന്നാണ്. അപ്പോൾ വന്നു, നമ്മൾ കണ്ടു, അനുഭവിച്ചു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടിപൊളി വ്യൂവുമായി നമ്മൾ ഗംഗാധര ബെട്ടയിൽ നിന്നും